Hi friends, welcome to Garam Masala, the magic spices of cooking. മീൻ ചുട്ടത്. ഇനി നമുക്ക് മെയിൻ ഡിഷായി സെർവ് ചെയ്യാവുന്ന മീൻ ചുട്ടത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ വീതമുള്ള 2 വലിയ തിലോപ്പിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിനെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിന് മുകളിലായി വരഞ്ഞെടുക്കാം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില ഇവയാണ് എടുക്കേണ്ടത്. നമുക്കിതിനെ ഒരു പാനിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മസാലയെ നമുക്ക് ഫിഷിൻ്റെ മുകളിലായി തേച്ച് പിടിപ്പിക്കാം. ഫിഷിൻ്റെ അകത്തും പുറത്തും എല്ലാം ഈ മസാല തേച്ച് പിടിപ്പിക്കണം. ഇതിനെ കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പീസ് വെക്കാം. പേര് മീൻ ചുട്ടത് എന്നാണെങ്കിലും നമ്മൾ ഇതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റോളം ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ മീൻ ചുട്ടത് തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. ഇതിനുവേണ്ടി ഒരു ചെറിയ സവാള, 2 ടൊമാറ്റോ സ്ലൈസസ്, 2 പച്ചമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫിഷിനെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ ചുട്ടത് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചപ്പാത്തി, കുബൂസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.